പേജ് ഇപ്പോൾ ആ ചാനൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവും എല്ലാം കണ്ടന്റ് ഒന്നും ഇല്ലാണ്ട് ടിക്ടോക്ക് വീഡിയോസ് ഒക്കെയാണ് കുറേ ഫിലിപ്പ് ഇട്ടിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അതൊക്കെ ഓരോ പേഴ്സൺ ഇഷ്ടമാണ് പക്ഷെ പറയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊന്ന് റീച്ച് ഇല്ലാണ്ടാകുമ്പോൾ ഇങ്ങനെ ഞങ്ങൾ മുഖട്ട റീച്ച് ആവുന്ന കുറച്ച് കോൺഫിഡൻസ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെ റീച്ച് കൂട്ടാൻ നാളല്ലേ ഞാൻ ഞങ്ങൾക്കെന്നെ ചോദിക്കുന്നത്. കാരണം വേണമെങ്കിൽ നിങ്ങളെ വീഡിയോ ഇട്ടോ, എന്തിനാണ് ഞങ്ങളെ വീഡിയോ യൂസ് ചെയ്യുന്നത്? ഇത് കഴിഞ്ഞില്ലേ, നിങ്ങൾ ഓൾറെഡി കുറ്റം പറഞ്ഞാൽ ഞങ്ങളുടെ മക്കളൊന്നും ഇല്ല എന്നിട്ട് ഒഴിവാക്കി ഇനി എന്തിനും ഞാൻ യൂസ് ചെയ്യുന്നത്? നിങ്ങൾ മാതൃദിനാശംസകളാണെങ്കിൽ ഓക്കെ, ഇയാളെ ഭാര്യയുടെ വീഡിയോ ഇട്ടോ, കാരണം നിങ്ങളെ മോന്റെ ഭാര്യയാണ്, മോന്റെ അമ്മയാണ്, വേണമെങ്കിൽ അത് പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ അമ്മേന്റെ വീഡിയോ ഇട്ടോ, നിങ്ങൾ പെങ്ങളെ വീഡിയോ ഇട്ടോ, എന്ത് വേണമെങ്കിലും ഇട്ടോ മാതൃദിനാശംസ. എങ്കിൽ ഞങ്ങളെ ഇത് ഉൾപ്പെടുത്തുന്നു. ഞാൻ ഞങ്ങൾ നിങ്ങൾ ആരും ഇല്ലാതെ നിങ്ങളെന്നെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോ അതിടേണ്ട ആവശ്യമില്ലല്ലോ, ആ വീഡിയോയിലൊരു കാര്യമില്ല. ഇപ്പോഴും ആ ബന്ധം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ആവശ്യമില്ല. പിന്നെ സീരിയസ്ലി ഉൾപ്പുണ്ടോ? സ്വന്തം വീഡിയോസ് ഇട്ടിട്ട് ജീവിച്ചു, കണ്ടോന്റെ മുഖത്തിട്ട് ജീവിക്കല്ലേ, കണ്ടോരെ വിറ്റ് പൈസ ഉണ്ടാക്കട്ടെ, ദയവ് ചെയ്തിട്ട്. ഇതിപ്പോ ഒരു പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ പോലും ഈ ഞങ്ങൾക്കിപ്പോൾ ഓരോ കുറ്റം പറഞ്ഞുകൊണ്ടല്ലാണ്ട് അല്ലെങ്കിൽ ഒരാളെ കുറ്റം പറഞ്ഞില്ലാണ്ട് ഒരു കാര്യം ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ കുറ്റം പറയണ്ടെന്ന് വെച്ചിട്ടാണ് ഇതുവരെ ഒരു വീഡിയോ ഇടാത്തത്. ഇപ്പം പോലും ഞങ്ങൾ ആരെയും കുറ്റം പറയുന്നില്ല. പല കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരു നെഗറ്റീവിലേക്ക് വരുന്നു. അതുകൊണ്ട് മാത്രമാണ് അതിലേക്ക് നിൽക്കാറുള്ളത്. ദയവ് ചെയ്ത് അതിനിട വരുത്തരുത്, അത്രേ പറയാനുണ്ട്. പിന്നെ ഇത് കാണുന്ന സബ്സ്ക്രൈബേഴ്സിനോട് അല്ലെങ്കിൽ വ്യൂസിനോടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ മണ്ടന്മാരാവാതിരിക്കാൻ വേണ്ടി പറയാണ്. ആ കിങ് ഫാമിലി എന്ന ചാനലിൽ പോസ്റ്റ് ചെയ്ത മാർഗദർശനമായ വീഡിയോ ഞങ്ങൾ പോസ്റ്റ് ചെയ്തതല്ല. ഞങ്ങൾ ഇപ്പോൾ ആ വീട്ടിലില്ല. ഞങ്ങൾ വേറെ ഇൻഡിപെൻഡന്റ് ആയിട്ട് രണ്ടുപേരും രണ്ട് സ്ഥലത്താണുള്ളത്. അപ്പോൾ കാരണം വെച്ചാൽ അതിന്റെ താഴെ വന്ന കമന്റ്സ് വെച്ചാൽ എന്താ പറയാ, ഞങ്ങള് ആ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ അമ്മേനെ തിരിച്ചറിഞ്ഞ അമ്മേന്റെ കാര്യങ്ങളൊക്കെ, അമ്മ എന്താണ് അമ്മേന്റെ വാല്യൂ തിരിച്ചറിഞ്ഞുള്ള മക്കള് ഇടുന്നൊരു വീഡിയോ പോലെയാണ് അത് ഓൾറെഡി പോസ്റ്റ് ചെയ്തത്. അപ്പം ആൾക്കാർ വിചാരിക്കും, ചിലർ ചിന്തിക്കില്ല, ആൾക്കാർ വിചാരിക്കുക ഞങ്ങളെന്തോ അമ്മേനെ പറ്റി അമ്മേനെ വാല്യൂ തിരിച്ചറിഞ്ഞ് ഞങ്ങൾ ഇട്ടൊരു വീഡിയോ പോലെയാണ് ഉള്ളത്. പിന്നെ അതുമല്ല, ഈ കമന്റ് ഇടുന്ന ആൾക്കാർക്കാണെങ്കിലും ഈ അമ്മേന്റെ ഭാഗം വിളിച്ച് ഓരോ ഭാഗം സംസാരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഓര് പറഞ്ഞ കഥകൾ മാത്രമേ കേട്ടറിയുള്ളൂ. ഒരു പോയിന്റ് രണ്ട് സൈഡുണ്ട്. ആ രണ്ട് സൈഡും കേൾക്കാതെ വെറുതെ നമ്മൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് അമ്മേനെ വരെ മനസ്സിലാവും, അങ്ങനെയാണ് നിങ്ങൾക്ക് ആർക്കും അറിയില്ല എന്താണ് അവിടെ സംഭവിച്ചിരുന്നോ, ഈ ഒരു 8 മാസം കൊണ്ട് എന്തൊക്കെ കഴിഞ്ഞു പോയിരുന്നോ, അതിനു മുൻപ് എന്തൊക്കെ നടന്നിരുന്നു നിങ്ങൾക്ക് ആർക്കും അറിയില്ല. നിങ്ങൾ വെറും കാഴ്ചക്കാർ മാത്രമാണ്. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവരുണ്ടെങ്കിൽ മാക്സിമം ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും പറയാതിരിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. പിന്നെ ആൾക്കാരുണ്ടെങ്കിൽ ഇതിനെ തുടർന്ന് കമൻറ്റ് ഇടുന്നതുകൊണ്ട് മാത്രമാണ് അതിനെപ്പറ്റിയുള്ള റെസ്പോണ്ട് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അതോടെ തന്നെ അവരുടെ വീട്ടിൽ നടന്ന എല്ലാ കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊന്നുമില്ല. മാക്സിമം ഉണ്ടെങ്കിൽ തൻ്റെ അമ്മയുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ ഒന്ന് ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. എന്നാൽ പോലും ഉണ്ടെങ്കിൽ അവർ ഇതിനെപ്പറ്റിയുള്ള വീഡിയോ ഒക്കെ ഇടുക, അതിന് വെച്ച് കാശുണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്നത് കണ്ടപ്പോഴത്തേക്കാണ് ഇവർ ഇതേ കണക്കത്തുള്ളതുണ്ടെങ്കിൽ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് വന്നിരിക്കുന്നത്. ഒരുപാട് പേര് പറയുന്നുണ്ട് അമ്മയായിട്ട് ചേർന്ന് പോകണം, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് വില മനസ്സിലായില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. നമ്മളൊരു തേർഡ് പാർട്ടി മാത്രമാണ്. നമുക്ക് അവരുടെ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാൻ സാധിക്കുന്നത് നമ്മൾ ആ വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ കേട്ടറിഞ്ഞത് വെച്ച് മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമുക്കൊരു ലിമിറ്റേ ഉണ്ടായി. ഇതോടെ തന്നെ എല്ലാ കാര്യങ്ങളും ഒന്നും സോഷ്യൽ മീഡിയ പറയണമെന്നൊരു നിർബന്ധമല്ല. ചില കാര്യങ്ങളുണ്ട് ഇതേ കണക്ക് തന്നെ അവർ തമ്മിൽ സംസാരിച്ച് തീർക്കേണ്ട ഒരു കാര്യമാണ്. അത് എല്ലാവരും കൂടെ അറിഞ്ഞാൽ അത് വേറെ പ്രശ്നമാവും. സോ അതുകൊണ്ട് തന്നെ ഇവർ ചെയ്യുന്ന കാര്യം എല്ലാം കറക്റ്റ് തന്നെയാണ്. അതല്ലാതെ അത് മനസ്സിലാക്കാതെ ഒരുപാട് പേര് ഇതേ കണക്കത്തുള്ള കമൻറ്റ്സ് ഒക്കെ ഇടുന്നുണ്ട്. സോ അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലും ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ.